ഓരോ ദിവസവും പുതിയ പുതിയ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടും പഴയ അനുഗ്രഹങ്ങളുടെ പുറമെ അതിനെ ഊർജ്ജസ്വലമാക്കുന്ന പുതിയ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടും കർത്താവ് നമ്മളെ നയിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയാൻ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഓർമ്മയിൽപ്പെടാത്ത ദൈവാനുഗ്രഹത്തിന്റെ നാൾവഴികൾ ഉൾപ്പെടുന്ന ഓർമ്മയിൽപ്പെടാത്ത ഒരുപാട് സംഭവങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. എല്ലാറ്റിനും നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം, സന്തോഷകരമായ ക്രൈസ്തവ ജീവിതം അത് നയിക്കുവാൻ, സന്തോഷകരമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചന കൂടാരത്തിൽ ചെലവഴിക്കുന്ന ദിവസങ്ങളും നിമിഷങ്ങളും നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും ഒരു നഷ്ടമല്ല. ഞാനൊരു ഫാർമസി കോളേജിൽ നടത്തിയ പ്രഭാഷണത്തില് കുട്ടികളോട്, വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞു, യു ആർ നോട്ട് അൺഫോർച്ചുനേറ്റ് ഇഡിയറ്റ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. You are not unfortunate idiots. നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായ വിഡ്ഢികളല്ല നിങ്ങൾ. But you are most wanted dignitaries. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ശ്രേഷ്ഠരാണ് നിങ്ങൾ. You are most wanted dignitaries. ദൈവമായ കർത്താവിന്റെ വചനം കേൾക്കാൻ, വചനം കേട്ട് ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നവര് ഒരിക്കലും വിഡ്ഢികളല്ല. അവര് ദൈവസന്നിധിയില് ശ്രേഷ്ഠരാണ്. അവരെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുള്ള മോസ്റ്റ് വാണ്ടഡ് ഡിഗ്നിറ്ററീസ്. അജപാലന സന്ദർശനം നടത്തുന്നതിനിടയിൽ ഒരു പള്ളിയിൽ, ഒരു ഇടവകയിൽ ചെന്നപ്പോൾ അവിടെയുള്ള കുഞ്ഞു മക്കളുടെ സംഘടനകളുടെ ഭാരവാഹികളെ ഞാൻ ഒരുമിച്ച് കണ്ടു. പല ഗ്രൂപ്പുകളായി തിരിച്ച ഒരു ഗ്രൂപ്പ് ചെറിയ കുട്ടികളുടെ തിരുവാരസഖ്യം വരെയുള്ള കുഞ്ഞുങ്ങളുടെ സംഘടനകളുടെ ലീഡേഴ്സിനെയാണ് ഗ്രൂപ്പിൽ വിളിച്ചു ചേർത്ത് കണ്ടത്. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ, നിങ്ങൾ ഈ സംഘടനകളിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഇതിന്റെ നേതൃത്വ നിരയിലാണല്ലോ, ഒരു നേതാവെന്ന് വിളിക്കാം, കാരണം കൊച്ചു സംഘടനയാണെങ്കിലും പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്. അങ്ങനെയുള്ള സംഘടനകളിൽ ഇത്തരത്തിലുള്ള നേതൃത്വ സ്ഥാനത്തേക്ക് വന്നപ്പോഴോ ഈ സംഘടനകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴോ നിങ്ങൾക്കുണ്ടായ മെച്ചമെന്താണ്? ഏതാനും വർഷങ്ങൾ നിങ്ങൾ ഈ സംഘടനകളിൽ ഉണ്ടല്ലോ, അത് നിങ്ങൾക്കുണ്ടായ മെച്ചമെന്താണ്? ഒരു മിടുക്കൻ എൻ്റെ അടുത്ത് വന്ന് മൈക്ക് മേടിച്ചിട്ട് പറഞ്ഞു, രസകരമായ ഒരു വാക്കാവ് പറഞ്ഞു, പിതാവേ, എനിക്ക് നാണമില്ലാതെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് നാണമില്ലാതെ സംസാരിക്കാൻ സാധിക്കുന്നു. I have become shameless to speak before the public. പൊതുജനമധ്യേ നാണമില്ലാതെ സംസാരിക്കാൻ സാധിക്കും. ഇത് ഒരു കുഞ്ഞു നാവിൽ നിന്ന്, ചെറിയ നാവിൽ നിന്ന് പുറപ്പെട്ട ഒരു വലിയ ആത്മീയ വചനമാണ്. മാമോദീസ സ്വീകരിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും, മാമോദീസ സ്വീകരിക്കാതെയും കർത്താവിനെ അറിഞ്ഞിട്ടുള്ള ഓരോ വ്യക്തിയും ദൈവത്തിനു മുമ്പാകെ നാണമില്ലാതെ സംസാരിക്കാൻ, നാണമില്ലാതെ ജീവിക്കാൻ കടപ്പെട്ടവർ. ഞാൻ പറയുന്ന വാക്കുകളുടെ ഉൾപ്പൊരുളുകൾ നിങ്ങൾക്ക് മനസ്സിലാകും. മറ്റുള്ള അനേകം പേർക്ക് പരിഹാസ്യമെന്ന് തോന്നിക്കാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ക്രൈസ്തവ സാക്ഷ്യം പലപ്പോഴും പരിഹാസത്തിനിടവരുത്തുന്നു. എന്താണ് ഇവരെ കാണിക്കുന്നത്? ചില സമയങ്ങളിൽ ദൈവികമായ ഭക്തിയും വചനത്തോടുള്ള അഭിനിവേശവും ഒരു തരത്തിലുള്ള ലഹരി പോലെ നമ്മളെ പിടിപ്പിക്കുകയാണ്. ലഹരി പോലെ നമ്മളെ അഭിനിവേശം കൊള്ളിപ്പിക്കുന്നവരാണ്. ആരാണ് പോവുക? ക്ഷമിക്കാൻ പറ്റാത്തതിനെ ആര് ക്ഷമിക്കുന്നു?
ലോകത്തിന്റെ മുൻപില് വിഡ്ഢികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു ക്രൈസ്തവൻ ചെയ്യുന്നത്. ലോകത്തിന്റെ മുമ്പില് ഭോഷത്വമാണ്. ഇത്രയും നാളുകൾ, ദിവസങ്ങൾ, മണിക്കൂറുകൾ ഇവിടെ പോയി വന്നിട്ട് കേട്ടത് തന്നെ പിന്നെയും കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞത് തന്നെ പിന്നെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വിഡ്ഢിതരമല്ലേ സമയം കളയുന്നത്? സ്നേഹിക്കാൻ പറ്റാത്തതിനെ സ്നേഹിക്കുക. കുരിശാന്ന് പറഞ്ഞ ഒരുവന്റെ പുറകെ പോകുന്നത് എന്തെല്ലാം വിഡ്ഢിത്തരങ്ങളാണ് കാണിക്കുന്നത്. പള്ളികളിൽ ആരാധനയ്ക്കാണെന്ന് പറഞ്ഞു പോവുക. പരിശുദ്ധ കുർബാന എന്താ ഇത്? ഒരു അപ്പകഷ്ണം എടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുക്കുന്നതാണോ കുർബാന? പരിഹാസത്തിന്റെ ഒരുപാട് വിഷയങ്ങൾ അവിടെയുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ജനമധ്യേ, പൊതുജനമധ്യേ പരിഹാസത്തിന്റെ ജീവിതമാ ക്രൈസ്തവ ജീവിതം. പരിഹാസത്തിന്റെ ജീവിതമാണ്, നാണക്കേടിന്റെ ജീവിതമാണ്. ഒരു സംശയവുമില്ല. ആ കൊച്ചു പറഞ്ഞത്, എനിക്ക് നാണമില്ലാതെ സംസാരിക്കാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിൽ കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കാൻ നാണം വേണ്ട. സമൂഹത്തിൽ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നാണം വേണ്ട. യേശുക്രിസ്തു എന്റെ ഏക രക്ഷകനാണ്. യേശുക്രിസ്തു എന്റെ പാപമോചകനാണ്. യേശുക്രിസ്തു എന്റെ എല്ലാമാണെന്ന് സ്വകാര്യമായും പരസ്യമായും പ്രഖ്യാപിക്കുന്നതില് നാണക്കേട് വിചാരിക്കേണ്ടതില്ല സഹോദരങ്ങളെ. ഞാനിത് പറയുന്നത് പരിശുദ്ധ അമ്മയെ ഉദാഹരണമാക്കിക്കൊണ്ട് തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു നാണക്കേടിന്റെ മാതൃത്വമാണ്. നാണക്കേടിന്റെ മാതൃത്വമാണ്. ആരും ഒരിക്കലും സമ്മതിക്കാത്ത ഒരു നാണക്കേടിന്റെയും പരിഹാസത്തിന്റെയും ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ സ്വയം വിട്ടുകൊടുക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം അപ്രകാരം ഒരു നാണക്കേടിന്റെ ജീവിതമാണെന്ന് വ്യാഖ്യാനിക്കും. പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്. മറിയത്തിന്റെ അടുത്ത് വന്ന് മാലാഖ പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ ദൈവകൃപ നിറഞ്ഞവളാണ്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ദൈവത്തിന്റെ വചനത്തിന്റെ സാരാംശം നമ്മെ പ്രചോദിപ്പിക്കുന്നു. ആത്മാവിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. എന്റെ സ്വന്തം ഭാഷയിലും എന്റെ സ്വന്തം ചിന്തയിലും എന്റെ മനോമുഖരത്തിലും ഇതെല്ലാം വിഡ്ഢിത്തരമാണെന്ന് ഞാൻ ചിന്തിക്കുമ്പോ ദൈവം വചനത്തിലൂടെ എന്നെ പ്രചോദിപ്പിക്കുകയാ. മാലാഖയെയും മാലാഖമാരെയും അയച്ചുകൊണ്ട്, അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി തന്നുകൊണ്ട്, ദൈവവചനത്തിന്റെ ഉൾപ്പൊരുളുകൾ മനസ്സിലാക്കാൻ എനിക്ക് ഇടവരുത്തിക്കൊണ്ട് ദൈവം എന്നെ ക്ഷണിക്കുകയാണ്. ദൈവം പറയുക പരിശുദ്ധ അമ്മയോട്, നമുക്ക് കേട്ടിട്ടുള്ള വചനങ്ങളാ, നീ ദൈവകൃപ നിറഞ്ഞവളാ, നിന്നിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ദൈവവചനം നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദൈവവചനം നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. ദൈവവചനം നമ്മളെ എൻകറേജ് ചെയ്യിപ്പിക്കുക. ദൈവവചനം സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുകയാണ്. സത്യം മാത്രം പറയുക. ദൈവവചനം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നതിന് നോക്കിയാൽ മറച്ചു വയ്ക്കാനൊന്നുമില്ല. ഇതെല്ലാം ദൈവവചനത്തിന്റെ സുവിശേഷങ്ങളാണ്. ഇങ്ങനെയുള്ള ദൈവവചനം പരിശുദ്ധ അമ്മയിലേക്ക് കടത്തിവിടുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഞാൻ പറഞ്ഞതുപോലെ ഒരു വേദനയുടെ നാണക്കേടിന്റെ മാതൃക. അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ സ്വകാര്യ നന്മകൾ ദൈവം കണക്കിലെടുക്കുകയാണ്. സ്വകാര്യ നന്മകൾ അത് ഉദ്ദേശിച്ചുകൊണ്ടല്ലേ മാലാഖ പറഞ്ഞത്, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ലോകം 1:20, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. കൃപ നിറഞ്ഞവൾ, സ്വകാര്യ നന്മകൾ. പരിശുദ്ധ അമ്മയുടെ ജീവിതം വീണ്ടും നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് സുഖ സൗന്ദര്യങ്ങളുടെ ജീവിതമല്ല, സന്തോഷത്തിന്റെ ജീവിതം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന അമ്മയല്ല, ലോകത്തിന്റെ എല്ലാവിധ ആർഭാടങ്ങളില് സന്തോഷം കണ്ടെത്തുന്ന അമ്മയല്ല, രക്ഷകനിൽ എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സഹോദരങ്ങളെ, നമ്മളുടെ പ്രാർത്ഥന മുഴുവനും എന്റെ ജീവിതത്തെ സുഖമുള്ളതാക്കാൻ സഹായിക്കണമേ എന്നാണല്ലോ പലപ്പോഴും
പലപ്പോഴും എന്റെ ജീവിതത്തെ സുഖമുള്ളതാക്കണം, എനിക്ക് അസ്വസ്ഥതകളൊന്നും വരുത്തരുതേ, എനിക്ക് വേദനകളൊന്നും വരുത്തരുതേ, ഒരു പ്രയാസങ്ങളും എനിക്ക് വരുത്തരുതേ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വജ്രാഭിഷേക ചടങ്ങിനോടനുബന്ധിച്ച് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പീറ്റർ പിതാവിന്റെ ആപ്തവാക്യം എന്താണ് പിതാവിന്റെ ഒരു സന്ദേശ വചനം എന്താണ്, ഉൾക്കൊള്ളുന്നത് എന്താണ്? എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വചനം കണ്ടുപിടിക്കാൻ, ഒരു ആപ്ത സന്ദേശം, ആപ്തവാക്യം ബൈബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ആ വചനം എന്റെ ഹൃദയത്തിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട പട്ടത്തച്ഛൻ പറഞ്ഞത് തിരുവചനമാണ്. എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നോട്ട് മൈ വിൽ ബട്ട് thine be done. എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇത് ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലെ, ബൈബിളിലെ ഒരു പ്രത്യേക ചിത്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്, ഒരു സംഭവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഗെത്സമേൻ തോട്ടത്തിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയുടെ രൂപത്തിൽ നിന്ന് കിട്ടുന്നതാണ്, കിട്ടിയതാണ്. എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. എനിക്ക് ഒരുപാട് സുഖ സൗകര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളുണ്ട്. എന്റെ സ്വന്തം ഇഷ്ടത്തില് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നുമല്ല എനിക്ക് വേണ്ടത്. പരിശുദ്ധ അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദന വചനമായിരിക്കാം യേശുവിന്. എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോ സുഖ സൗകര്യങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലത്. പരിശുദ്ധ അമ്മയുടെയും ജീവിതം അങ്ങനെ തന്നെയാണ്. സുഖ സൗകര്യങ്ങളല്ല, മറിച്ച് സന്തോഷത്തിന്റെ ജീവിതമാണ്. സന്തോഷത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മുടെ ചിന്തയിലും മനസ്സിലും ബുദ്ധിയിലുമെല്ലാം ദൈവവചനം വന്ന് അടിക്കണം. ദൈവവചനം വന്ന് അലയടിക്കണം. മാലാഖയിലൂടെയൊക്കെയും ദൈവത്തിന്റെ വചനം അമ്മയിലേക്ക് കടന്നു വന്നു. എന്തിനേറെ നമുക്കറിയാം, ഔസേപ്പ് പിതാവിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദൈവത്തിന്റെ വചനമാ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് സാധിച്ചത്. ദൈവവചനത്തിന്റെ സ്വാധീന ശക്തി കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തമായ തീരുമാനം പോലും കീഴ്മേൽ മറിയാനിടയായി. മാലാഖ പറഞ്ഞതുപോലെ അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയും ഔസേപ്പ് പിതാവും ഒക്കെ ദൈവവചനത്തിന്റെ അലയടികൾ കേട്ട് ജീവിതത്തിലെ സ്വന്തം തീരുമാനങ്ങളെയും ഇഷ്ടങ്ങളെയും മാറ്റിവെച്ചവരാണ്. ഔസേപ്പ് പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയാണ്, അമ്മയുടെയും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികള് ഒരിക്കലും വിശ്വാസത്തിന്റെ പ്രതിസന്ധിയായിട്ട് മാറുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം. ഇതൊന്നും ദൈവത്തെ ഉപേക്ഷിക്കാൻ, ദൈവവിശ്വാസം ഉപേക്ഷിക്കാൻ, കത്തോലിക്ക സഭയെ ഉപേക്ഷിക്കാൻ ഒന്നുമല്ല, സാധ്യമല്ല. ജീവിതത്തിലെ പ്രതിസന്ധികള് വിശ്വാസത്തിന്റെ പ്രതിസന്ധികളായിട്ട് മാറാൻ പാടില്ല. വിശുദ്ധ അമ്മയും ഔസേപ്പ് പിതാവും നൽകുന്ന ഉദാഹരണങ്ങളാണ്. ജീവിതത്തിലെ പ്രതിസന്ധികള് വിശ്വാസത്തിന്റെ പ്രതിസന്ധികളല്ല. അവയെ അങ്ങനെ തന്നെ പരിഹരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനമാണ് സഹായകമായിട്ടുള്ളത്. കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. യെശയ്യാ പ്രവാചകന്റെ 7:14 ഔസേപ്പ് പിതാവിന്റെ ഉള്ളിലേക്ക് മാലാഖ കടത്തിവിട്ടത്. ദൈവവചനം കടന്നു വന്നപ്പോ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറുകയാ. പരിഹരിക്കാൻ പറ്റാത്ത ഒന്നും ദൈവത്തിനില്ല, അവിടുത്തെ വചനം അയച്ചുകൊണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ വചനം ക്രിയാത്മകമാണ്, ജീവദായകമാണ്. ജീവദായകമായ ദൈവത്തിന്റെ വചനം ഒരിക്കലും മറക്കരുത്. ദൈവത്തിന്റെ വചനം ജീവദായകമാണ്. ഭൗതിക സന്തോഷങ്ങളുടെ ജീവസല്ലത, ആത്മീയ സന്തോഷങ്ങളുടെയും ആത്മീയ കൃപകളുടെയും നിറവാണ് ദൈവത്തിന്റെ വചനത്തിന്റെ സവിശേഷത. അതാണ് നമുക്ക് തരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, സന്തോഷകരമായ ജീവിതം, ദൈവവചനം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കണമെന്നാണ്. ദൈവവചനം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കണം. പരിശുദ്ധ അമ്മയും ഔസേപ്പ് പിതാവും നമുക്ക് നൽകുന്ന മാതൃകയും നൽകുന്ന സന്ദേശവും അതാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 15-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങളില് ഈശോ അപ്പം വർദ്ധിപ്പിച്ച് ജനത്തിന് നൽകുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു സംഭവം. 7 അപ്പവും കുറെ മത്സ്യവും. ഈ സംഭവം നടക്കുന്ന പശ്ചാത്തലം, അവൻ ഗലീലി കടലിന്റെ തീരത്ത് വന്ന് ഇരുന്നു. ജനങ്ങൾ അവനെ കേൾക്കുവാൻ വേണ്ടി വന്നുകൊണ്ടേയിരുന്നു. ജനങ്ങൾ വരുമ്പോൾ, അവരെ കേൾക്കാൻ വേണ്ടി വരുമ്പോൾ, അവര് ഒറ്റയ്ക്കല്ല വരുന്നത്. അവരുടെ കൂടെ അവരുടെ പരിചയക്കാരും കേട്ടിട്ടുള്ളവരുമായ ഒരുപാട് രോഗികളെയും കൊണ്ടാണ് വരുന്നത്. അവന്റെ കാൽക്കൽ കൊണ്ടുവന്ന് അവർ കിടത്തി. അവിടെ രോഗികള്, വികലാംഗര്, മുടന്തര്, അന്ധര്, ഊമര് തുടങ്ങിയ നിരവധി രോഗികളെയും കൊണ്ട് ആളുകൾ, ജനക്കൂട്ടം യേശുവിന്റെ അടുത്തേക്ക് വരുന്നു. ഈ രോഗികളെ എല്ലാം കൊണ്ടുപോയി അവന്റെ കാൽക്കൽ കിടത്തി. അവൻ കൈ നീട്ടി അവരെല്ലാം സൗഖ്യപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ വചനവും സൗഖ്യത്തിന്റെ ശക്തിയും കൊണ്ട് ദൈവപുത്രൻ തന്റെ കാൽച്ചുവട്ടിലായിരുന്ന രോഗികളെ സൗഖ്യപ്പെടുത്തുകയാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ഒന്ന് പറഞ്ഞേ, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ദൈവപുത്രൻ തന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന ബലഹീനരായ മനുഷ്യരെ നോക്കി സുഖപ്പെടുത്തുകയാണ്. എല്ലാ രോഗികളെയും അവൻ സുഖപ്പെടുത്തി. ഇങ്ങനെ ജനക്കൂട്ടം അവന്റെ അടുക്കൽ കൊണ്ടുവന്ന രോഗികളെ ഒക്കെ സുഖപ്പെടുത്തി അവൻ തിരിഞ്ഞു നോക്കിയപ്പോ അവരെ കൊണ്ടുവന്ന എല്ലാ ജനവും അവനെ വിട്ടുമാറാതെ അവിടെ തന്നെ നിൽക്കുകയാ, പോകുന്നില്ല. അവരുടെ അധ്വാനത്തിന്റെ ഫലം, സഹോദരന് വേണ്ടി ചെലവഴിച്ച സമയത്തിന്റെ ഫലം, അതിന്റെ നന്മകള് അവര് നേരിട്ട് കാണുകയാ. ജനം നേരിട്ട് കാണുകയാ. അവർ മറ്റൊന്നും ചെയ്തില്ല. യേശുവിന്റെ അടുത്തേക്ക് ഈ പാവപ്പെട്ട മനുഷ്യരെ കൊണ്ടുവന്ന് അവരുടെ കാൽക്കൽ കിടത്തിയതാണ്. അവരാരും പിന്നെ വിട്ടുപോകുന്നില്ല, പിരിഞ്ഞു പോകുന്നില്ല. കാരണം അവർക്ക് അനുഭവമുണ്ടായി. തങ്ങൾ മൂലം ഒരു സഹോദരൻ, ഒരു സഹോദരി, ഒരു കുടുംബം രക്ഷപ്പെട്ടിരിക്കുന്നു. അവരെ കർത്താവ് സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. ചെകിടന് കേൾക്കുകയാണ്, ഊമൻ സംസാരിക്കുകയാണ്, അന്ധര് കാഴ്ച പ്രാപിക്കുന്നു, വികലാംഗർ പല രീതിയിലുള്ള സൗഖ്യം പ്രാപിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോ ഇത് കൊണ്ടുവന്ന ജനം വിസ്മയിച്ചു, സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാരണമുണ്ട്. എന്താ കാരണം? അവരുടെ അധ്വാനം ഫലപ്രദമായി. അവര് കൊണ്ടുവന്നവരെല്ലാം സൗഖ്യപ്പെട്ടു. മഹത്വപ്പെടുത്തുവാൻ കാരണമുണ്ട്. ഇങ്ങനെ തങ്ങൾ നേരിട്ട് കണ്ട ഈ കാഴ്ച മൂലം അവർക്കാർക്കും അവരെ വിട്ടുപോകാൻ തോന്നിയില്ല. യേശുവിനെ വിട്ടുപോകാൻ തോന്നിയില്ല. അങ്ങനെ തന്റെ കൂടെ നിൽക്കുന്ന ജനത്തെ കണ്ടപ്പോ അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു. 15:33 അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറുസലേം ബൈബിൾ കൺവെൻഷന്റെ 4ാം ദിവസം, സമാപന ദിവസം, ഈശോ ഇന്ന് ഈ വചനകൂടാരത്തിലൂടെയുണ്ട്. നമ്മളോട് പറയുക, ഈ ഇരിക്കുന്ന ജനത്തിന്റെ മുഴുവൻ മേലും എനിക്ക് അനുകമ്പ തോന്നുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും ദിവസങ്ങളായിട്ട് ഇവര് എന്റെ കൂടെയുണ്ട്. ഇല്ലേ? ഇല്ലേ? ഉണ്ട്.
4 ദിവസം കൂടെ ഉണ്ടായാൽ പോരാ. എത്ര ദിവസം കൂടെ ഉണ്ടാകണം? ഞാൻ ഒരു 59കാരൻ 60ലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുക. രഹസ്യമാണ്. ഇതിന്റെ നാട്ടുകാരോട് പറയാം, നമ്മൾ മാത്രമല്ല. രഹസ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു. എന്റെ 59 വയസ്സ് ഞാൻ അവിടത്തോടു കൂടി ഉണ്ടായിരിക്കാൻ ബാധ്യസ്ഥനല്ലേ? 3 ദിവസമായി കൂടെയുള്ളവരോട് കരുണ കാണിച്ച കർത്താവ്, അനുകമ്പ കാണിച്ച കർത്താവ്, 59 വർഷമായിട്ട് കൂടെ നിൽക്കുമ്പോ കരുണ കാണിക്കാതിരിക്കുമോ? ഈ മാത്തമാറ്റിക്സിന്, ഈ കാൽക്കുലേഷന്റെ ലോജിക്ക് കർത്താവിന് അറിയാം. തീർച്ചയായിട്ടും അല്ലേ? ഇതിന്റെ ലോജിക്ക് കർത്താവിന് അറിയാം. നിരന്തരമായിട്ട് എന്റെ കൂടെയുണ്ട്, തന്നോട് കൂടെ ആയിരിക്കാൻ. ശിഷ്യന്മാർക്ക് മാത്രമല്ല, അപ്പസ്തലന്മാർക്ക് മാത്രമല്ല, ഈ കൂടെ ഇരിക്കാനുള്ള വരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത്ര വർഷങ്ങളായിട്ട് 80 വയസ്സായ ഈ അപ്പച്ചൻ എന്റെ കൂടെ ഉണ്ട്. എനിക്ക് അവരോട്, അദ്ദേഹത്തോട് അനുകമ്പ തോന്നുന്നു. ഞാൻ 80 വയസ്സുള്ള അപ്പച്ചൻ എന്ന് പറഞ്ഞത് ചുമ്മാ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ കാര്യം നോക്കി പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് നമ്മൾ മനസ്സിൽ വിചാരിക്കുക, കർത്താവേ ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ, കരുണ കാണിക്കണമേ, അനുകമ്പ തോന്നണമേ. ജനക്കൂട്ടത്തോടെ എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്റെ കൂടെയുണ്ട്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. ഈശോയുടെ മനോഭാവം നോക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് പറയാം, ദി പാസ്റ്ററൽ മൈൻഡ് ഓഫ് ജീസസ് എന്നാണ്. ഈശോയുടെ അജപാലന മനസ്സിന്റെ വെളിപ്പെടുത്തൽ, ഈശോയുടെ അജപാലന ഹൃദയത്തിന്റെ വെളിപ്പെടുത്തൽ, ദി പാസ്റ്ററൽ ഹാർട്ട് ഓഫ് ജീസസ്. യേശുവിന്റെ അജപാലന മനോഭാവം ഇതെല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. വൈദികർക്കും മെത്രാന്മാർക്കും എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് ഈശോയുടെ അജപാലന മനോഭാവം, പാസ്റ്ററൽ മൈൻഡ് ഓഫ് ജീസസ്. എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു. അവർക്ക് ആഹാരത്തിന് ഒന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ അവർക്ക് ആഹാരം നൽകാതെ പറഞ്ഞു വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. കർത്താവിന്റെ വചനമാണ്. മത്തായിയുടെ സുവിശേഷം 15:33. വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ അവരെ പറഞ്ഞയക്കാൻ, ആഹാരം നൽകാതെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് കർത്താവിന്റെ വചനം കേൾക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനാപൂർവകമായി, രോഗികളെയും വേദനിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും പ്രാർത്ഥനാപൂർവം കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന ജനക്കൂട്ടമാണ്. പ്രചോദനം കിട്ടിയ ജനക്കൂട്ടമാണ് കർത്താവിന്റെ സന്നിധിയിൽ വരാൻ. വെറുതെ തോന്നിയതല്ല. എന്റെ സഹോദരനെ കണ്ടപ്പോ അവനെ ഒന്ന് കൊണ്ടുപോകാം, എനിക്കും പോകണം. അങ്ങനെ വന്ന ജനക്കൂട്ടത്തോട് ചേരുക നമ്മള്. ഈശോയുടെ മുമ്പില് ഗലീലി കടൽ തീരത്തിരിക്കുമ്പോ കൂടെയുള്ള ജനക്കൂട്ടത്തിന്റെ കൂടെ നമ്മളുമുണ്ട്. കർത്താവിന്റെ വചനം ജീവനുള്ളതാ, ഇന്ന് ജീവിക്കുന്നതാ. കർത്താവിന്റെ ജീവിതം ഇന്നും ജീവിക്കും. അതുകൊണ്ട് ആ ജനക്കൂട്ടത്തോട് നമ്മൾ ചേരുകയാണ്. കർത്താവ് നമ്മൾ അന്യരൊന്നുമല്ല, അപരിചിതരൊന്നുമല്ല. നമ്മൾ അവരോട് കൂടെ ചേർന്ന് നിൽക്കുക. അതുകൊണ്ട് അന്ന് കൊടുത്ത അനുകമ്പയും അന്ന് പ്രകടിപ്പിച്ച അനുകമ്പയുടെ വചനങ്ങളും ഇന്നും നമ്മളെ നോക്കി, ഈ ജെറുസലേം വചന കൂടാരത്തിലെ നമ്മളെ നോക്കി അവിടുന്ന് പറയുകയാണ്. എല്ലാവരോടും, ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോട്, ദൈവജനത്തോട്, വൈദികരോട്, നിങ്ങളോടൊക്കെ കർത്താവ് പറയുകയാണ്. വഴിയിൽ അവരെ തളർന്നു വീണു പോകാൻ ഇടയുള്ളതിനാൽ അവർക്ക് ആഹാരം നൽകാതെ പറഞ്ഞു വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ മനസ്സ്. കുഷ്ഠരോഗി ഈശോയുടെ മുമ്പാകെ ചെന്ന് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവിന്റെ മനസ്സ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തിമയോസിന്റെ മകൻ ബർത്തമയോസ് ഈശോയോട് ചോദിച്ചു, ദാവീദിന്റെ പുത്രായെങ്കിൽ കനിയണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കാഴ്ച കിട്ടണം, വേറൊന്നുമില്ല. എങ്കിലും ഈശോയുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, നമ്മളോട്, ബലഹീനരായ നമ്മളോട്, കുറവുകളും പോരായ്മകളുമുള്ള നമ്മളോടുള്ള കർത്താവിന്റെ സമീപനം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവിന്റെ ചോദ്യം. ഇവിടെ ഇരിക്കുന്ന നമ്മളോട് ഓരോരുത്തരും ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാ നീ ആഗ്രഹിക്കുന്നത്? ശതാധിപന്റെ ഭൃത്യനുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 5-9 വചനങ്ങളില് ശതാധിപന്റെ ഭൃത്യൻ, ശതാധിപൻ, കർത്താവ് എന്റെ ഭൃത്യൻ
രോഗം പിടിപെട്ട് വീട്ടിൽ കിടക്കുക, അത്രേ പറഞ്ഞോളൂ. ഈശോ പറഞ്ഞു ഞാൻ വരാം. വീട്ടിലേക്ക് വരണമെന്ന് അവൻ പറഞ്ഞില്ല. അവൻ അത്രേ പറഞ്ഞോളൂ, കർത്താവ് എന്റെ ഭൃത്യൻ രോഗബാധിതനായി സുഖമില്ലാതെ വീട്ടിൽ കിടക്കും, ഞാൻ വരാം. പാസ്റ്ററൽ ആറ്റിറ്റ്യൂഡ്, അവൈലബിലിറ്റി, സഹോദരന് വേണ്ടി സമയം ചെലവഴിക്കാൻ ഈശോയുടെ ആ ഒരു മനോഭാവം നോക്കുക. പാസ്റ്ററൽ അവൈലബിലിറ്റി എന്ന് ഞാൻ വിളിക്കുക. എനിക്ക് നിന്റെ വീട്ടിൽ വരാൻ സമയമുണ്ട്, നിന്റെ വീട്ടിൽ വരാൻ എനിക്ക് സമയമുണ്ട്. സദാദിവൻ പറഞ്ഞു, വേണ്ട കർത്താവേ, നീ എന്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. ഒറ്റ വാക്കുമതി, ഒറ്റ വാക്കുമതി. സൗഖ്യപ്പെടുത്തുന്ന വചനമയക്കാൻ നിനക്ക് സാധിക്കും. ഹല്ലേലൂയ. സദാദിവന്റെ ജീവിതത്തിന്റെ മറ്റൊരു പ്രകടനമാണ്. അവൻ പറഞ്ഞു, ഞാനൊരു മേലധികാരിയാണ്, എനിക്ക് ആജ്ഞയുടെ സ്വരം പുറപ്പെടുവിക്കുവാൻ സാധിക്കും, അതിനുള്ള പവർ എനിക്കുണ്ട്. ആജ്ഞയുടെ സ്വരം, പടയാളികളോട് വരിക പോവുക എന്ന് പറയുമ്പോൾ എന്റെ ആജ്ഞയുടെ സ്വരം അങ്ങനെ തന്നെ അവർ ഉൾക്കൊള്ളുകയും അതനുസരിക്കുകയും ചെയ്യും. അതുപോലെ ആജ്ഞയുടെ സ്വരമായിട്ട് എന്റെ വൃത്തിനെ സുഖപ്പെടുത്താനുള്ള പവർ നിനക്കുണ്ട്. ഹല്ലേലൂയ. വചനത്തിന്റെ പവർ മനസ്സിലാക്കുന്ന ശതാധിപൻ, വചനത്തിന്റെ ശക്തി മനസ്സിലാക്കുന്ന വിജാതീയനായ ശതാധിപൻ നോക്കുക. വചനത്തിന്റെ ശക്തി, ഒറ്റ വാക്കുമതി എന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഈശോയുടെ മനോഭാവം, എനിക്ക് മനസ്സുണ്ട് വീട്ടിൽ വന്ന് സൗഖ്യപ്പെടുത്താം, എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈശോ നൽകുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഇതാണ് വചനത്തിന്റെ, കർത്താവ് നൽകുന്ന വചനത്തിന്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ വചനം എന്ന് പറയുമ്പോൾ കർത്താവ് നൽകുന്ന ദൈവവചനങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ ലോഗോസ് ക്രിസ്റ്റോളജി, ലോഗോസ് എന്ന് പറയുന്ന സംഗതി ഏതാനും വചനങ്ങൾ മാത്രമല്ല, ദൈവപുത്രനായ ഈശോയെ കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. വചനം എന്നുള്ളത് ഈശോ എന്ന് പറയുന്ന വ്യക്തിയിൽ കേന്ദ്രീകൃതമാണല്ലോ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈശോ എന്ന് പറയുന്ന വ്യക്തിയിലാണ് സർവ്വവചനങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ ലോഗോസ് അല്ലെങ്കിൽ വചനം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ ലോഗോസ് ക്രിസ്റ്റോളജി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയേറെ പഠനങ്ങളുണ്ട്. അതിന് ബഹുമാനപ്പെട്ട വൈദികരും സഹോദരങ്ങളായ നിങ്ങളും പലരും ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ ചില തീമുകൾ, കൺസെപ്റ്റ്സ് ഒക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടാകാം. അവയിൽപ്പെട്ടത് ചിലത് മാത്രം. കർത്താവിനെ സൗഖ്യപ്പെടുത്തുന്ന മനസ്സും സൗഖ്യപ്പെടുത്താൻ നയിക്കുന്ന വചനം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈശോ ജനക്കൂട്ടത്തോട് അനുകമ്പ കാണിച്ച് ഇവര് തിരിച്ചു പോകുമ്പോൾ തളർന്നു വീഴാൻ ഇടയുള്ളത് കൊണ്ട് അവർക്ക് ആഹാരം നൽകണം. അവിടെയാണ് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നൽകുന്ന ആഹാരം എന്താ? വഴിയിൽ തളർന്നു വീണ് പോകാതിരിക്കാൻ കർത്താവ് നമുക്ക് നൽകുന്ന ആഹാര കൂട്ടുകൾ എന്തൊക്കെയാ? രുചിക്കൂട്ടുള്ള വിഭവങ്ങൾ എന്തൊക്കെയാ? ഒന്നാമതായി നമുക്കറിയാം, ഈശോയുടെ ശരീരരക്തങ്ങളാണ്. ജീവൻ നൽകുന്ന ശരീരരക്തങ്ങൾ. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. ഉത്തമ വിശ്വാസത്തോടുകൂടി കുമ്പസാരിച്ചൊരുങ്ങി ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നവര് ജീവിക്കുകയാണ്, മരിക്കുകയല്ല. അവര് ജീവിക്കുകയാണ്. നമ്മളെല്ലാവരും ജീവിക്കണം ദൈവസന്നിധിയിൽ. ഞാൻ പറഞ്ഞു, ഭൗതികമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ജീവിതമല്ല, താൽക്കാലിക സന്തോഷങ്ങൾ നൽകുന്ന സുഖ സൗകര്യങ്ങളുടെ ജീവിതവുമല്ല. ദൈവത്തിന് മുൻപാകെ എന്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറയാൻ ഉതകുന്ന തരത്തിലുള്ള ആത്മീയ ആനന്ദത്തിന്റെ ജീവിതമാണ് കർത്താവ് നമുക്ക് ജീവനായിട്ട് തരുന്നത്, പോഷകമായി തരുന്നത്, ആത്മീയ പോഷണത്തിനായി തരുന്നത് ഈശോയുടെ ശരീരരക്തങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചൊരുങ്ങിയും നന്നായി കുമ്പസാരിച്ചും അനുദപിച്ചും ഈശോയുടെ ശരീരരക്തങ്ങൾ വേണ്ടത്ര യോഗ്യതയോടെ ഉൾക്കൊള്ളുന്നവര് ജീവിക്കും, ഒരിക്കലും മരിക്കുകയില്ല. ഹല്ലേലൂയ. ഈശോയുടെ ശരീരരക്തങ്ങൾ ജീവൻ നൽകുന്ന ഭക്ഷണമാണ്. യഥാർത്ഥ ഭക്ഷണമാണെന്ന ഈശോയെ. ഡ്യൂപ്ലിക്കേറ്റ് ഭക്ഷണമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഭക്ഷണമല്ല, യഥാർത്ഥ ഭക്ഷണം. രണ്ടാമത്തെ ഭക്ഷണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്.
ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എനിക്ക് പോഷകാഹാരമാണ്. എന്റെ ജീവിതയാത്രയിൽ തളർന്നു പോകാതിരിക്കാൻ എന്നെ ബലപ്പെടുത്തുന്ന, എനിക്ക് പ്രചോദനം തരുന്ന, ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ എനിക്ക് പ്രചോദനം തരുന്ന വചനങ്ങൾ, എന്നെ സൗഖ്യപ്പെടുത്തുന്ന വചനങ്ങൾ. ഞാൻ തളർന്നു പോകുമ്പോ, രോഗബാധിതനായി, ക്ലേശിതനായി, പ്രശ്നങ്ങളുടെ മധ്യയിൽ നിൽക്കുമ്പോ എന്നെ ശക്തിപ്പെടുത്തുന്നത്, എനിക്ക് ആഹാരമായി, ആ സമയത്ത് എനിക്ക് ജീവൻ നൽകാൻ ഉപകരിക്കുന്ന വചനമാണ്. ദൈവവചനം പ്രത്യേക സാഹചര്യങ്ങളിൽ കേട്ടതുകൊണ്ടും ദൈവവചനം ഏറ്റവും നിർണായകമായ അവസരങ്ങളിൽ ശ്രമിച്ചതുകൊണ്ടും എത്രയോ മനുഷ്യരാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൗതിക ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ചിലർ, എത്രയോ പേര് തക്ക സമയത്ത് കേട്ട ദൈവവചനം, തക്ക സമയത്ത് എവിടെയോ കേട്ടിട്ടുള്ള വചനം ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നത് മൂലം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാ, ജീവിക്കാൻ തീരുമാനിക്കുകയാ. ദൈവവചനം ജീവിപ്പിക്കുന്നു. വഴിയിൽ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ ഈ വചനം നീ കൊണ്ടുപോകുക, ഈ വചനം നീ ഹൃദയത്തിൽ സൂക്ഷിക്കുക, ഈ വചനം നീ പാലിക്കുക, അനുസരിച്ച് ജീവിക്കുക. ദൈവവചനം അനുസരിച്ച് ജീവിക്കുക. നമ്മെ ശക്തിപ്പെടുത്തുന്നത്, ബലപ്പെടുത്തുന്നത് ഇതാ ഈ ദൈവവചനമാണ്. വഴിയിൽ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ നീ കൊണ്ടുപോവുക. ദൈവത്തിന്റെ ജീവനുള്ള വചനം കൊണ്ടുപോവുക, ജീവനുള്ള വചനം കൊണ്ടുപോവുക. മൂന്നാമത്, ചില വിശുദ്ധാത്മാക്കൾ വ്യാഖ്യാനിച്ചു തരുന്നത് പോലെ പരിശുദ്ധാത്മാവാണ് ആഹാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ അഗസ്തീനോസിനെ പോലെയുള്ള പുണ്യവാന്മാര് വ്യാഖ്യാനിക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന വ്യാഖ്യാനിക്കുമ്പോ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള ആഹാരം പരിശുദ്ധാത്മാവിനെ കൂടെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പുണ്യാത്മാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നതിന്റെ സാങ്കത്യം ഇവിടെ മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ. നിനക്ക് പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഇല്ലെങ്കിൽ നിനക്ക് തളർച്ച ഉറപ്പാ. നീ തളർന്നു പോകും, തീർച്ചയായിട്ടും നീ തളർന്നു പോകും. നിന്നെ ശക്തിപ്പെടുത്താൻ, ബലപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ തളർന്നു പോകുമോ, ശക്തി പ്രാപിക്കുമോ? ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോ നീ ശക്തി പ്രാപിക്കും. നല്ല ഭക്ഷണം കഴിച്ച് ബലമുള്ളവരാകുന്നത് പോലെ നീയും ബലമുള്ളവരാകും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതിരിക്കുന്ന നിമിഷങ്ങളില് ഉത്തമമായ ഓപ്ഷൻ നൽകി, ചോയ്സ് നൽകി പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മരണമടഞ്ഞ ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന അർത്ഥത്തിലല്ല. തളർന്നും വിഷമിച്ചും വഴിയിൽ തളർന്നു വീഴാൻ ഇടയുണ്ടെന്ന് കർത്താവിന് തോന്നുന്നത് പോലെയുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർക്കും അല്ലാത്തവർക്കും പരിശുദ്ധാത്മാവ് ബലമാണ്. കർത്താവ് നൽകുന്ന ആഹാരത്തിന്റെ ഭാഗമാണെന്ന് വേണം മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ വചന കൂടാരത്തിൽ വെച്ച് നമ്മള് പ്രാരംഭ പ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ട വൈദികര് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മോട് പ്രാർത്ഥിച്ച്, നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത് പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി ഞങ്ങളിലേക്ക് വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് അതിനു വേണ്ടിയാണല്ലോ. ആഹാരം കഴിക്കുന്ന, പോഷകാഹാരം കഴിക്കുന്ന ഒരുവനെ പോലെയും ആത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആത്മാവ് നമ്മളെ ബലപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ആഹാര വസ്തുക്കൾ ശ്രേഷ്ഠമായ, ഉത്തമമായ, ജീവൻ നൽകുന്ന ആഹാര വസ്തുക്കൾ കർത്താവ് നമുക്ക് തരികയാണ്. അതാണ് ഈ കൂടാരത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകേണ്ടത്. നമ്മളെ സൗഖ്യപ്പെടുത്തുന്നു. ജനക്കൂട്ടം സന്തോഷഭരിതരായി തിരിച്ചുപോയി. കുറെ സാധനങ്ങൾ മിച്ചം വന്നു, അപ്പകഷണങ്ങളും മീനൊക്കെ മിച്ചം വന്നു. സുലഭമാണ്. തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമാണ്, തികയാതെ വരുന്നില്ല. ഈശോ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്ഥലത്തും പോരായ്മ അനുഭവപ്പെടുന്നില്ല. എല്ലാം മിച്ചമാണ്, ആവശ്യപ്പെടുന്നതിലധികം മിച്ചമാണ്. കർത്താവിന്റെ തിരുമുമ്പിൽ നിന്ന് സമൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് പോകാൻ, ഈ കൂടാരത്തിൽ നിന്ന് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധ അമ്മ വഴി കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ ആവശ്യങ്ങളിൽ കണ്ടറിയാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് ബലമായിരിക്കട്ടെ. ഈശോയുടെ ശരീര രക്തങ്ങൾ നമുക്ക് ശക്തിയായിരിക്കട്ടെ. ദൈവവചനം
നമുക്ക് ബലമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകട്ടെ, നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പരിശുദ്ധ ത്രിത്വത്തിന്റെ ആവാസവും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരുകയാണ്. കഴിഞ്ഞു പോയെങ്കിലും അല്ലെങ്കിൽ ദിവസങ്ങളിൽ നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിന്റെ എല്ലാ പ്രാർത്ഥനാശംസകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഞാൻ നേരുകയാണ്. പരിശുദ്ധ അമ്മയെ പോലെ ദൈവഹിതത്തിന് വഴങ്ങി ജീവിക്കാൻ, ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ, ഇതാ കർത്താവിന്റെ ദാസി എന്റെ വാക്കിന്റെ നിറവേറട്ടെ എന്നുള്ള രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് ഈ കൂടാരത്തിൽ നിന്ന് തീരുമാനമെടുത്ത് പുറത്തേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.